അച്ഛനും കന്യാസ്ത്രീയുമൊക്കെ ആത്മഹത്യ ചെയ്യുമോ? ഈ ജൂലൈ മാസം ഒരു വൈദികനും ഒരു സന്യസ്തയും സ്വയം ജീവനെടുക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് അനേകരുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ചോദ്യം വളരെ സങ്കീർണമാണെങ്കിലും ഉത്തരം വളരെ ലളിതമാണ്. വിഷാദരോഗം പോലെയുള്ള സങ്കീർണമായ മാനസിക രോഗാവസ്ഥയിൽ ആത്മഹത്യാ പ്രവണത വളരെയധികമാണ്. അത്തരം ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കണക്കുകൾ പ്രകാരം ആത്മഹത്യ ചെയ്യുന്നവരിൽ 95% ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ 95%-ൽ 80% പേരും വിഷാദ രോഗ അവസ്ഥയുള്ളവരാണ്. അതുകൊണ്ടാണ് അനേകം വർഷത്തെ പരിശീലനവും അനേകം ആളുകളെ ആത്മീയമായുമൊക്കെ വഴി നടത്തിയ ഇവർ പലപ്പോഴും സ്വയം ജീവനെടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇടയായിരിക്കുക. വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ മനസ്സിലുള്ള വിഷാദാത്മകമായ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ഉൾക്കൊള്ളാനാകൂ. പ്രധാനമായും 3 ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോവുക. ഒന്നാമത്തേത് വെർത്ത്ലെസ്, ഞാൻ ഉപയോഗശൂന്യനാണ്, എന്നെക്കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു ഗുണവുമൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത. രണ്ടാമത് ഹെൽപ്ലെസ്, ഞാൻ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്, ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത് ഹോപ്പ്ലെസ്, പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥ. എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനവുമില്ല, ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കില്ല, ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇങ്ങനെ വെർത്ത്ലെസ്, ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ് എന്ന ചിന്തയിലൂടെ ഒരാൾ കടന്നു പോകുമ്പോഴാണ് അവസാനം ഒരാൾ ജീവനെടുക്കാൻ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ഒരു ചോദ്യം മനസ്സിൽ വന്നേക്കാം, എല്ലാ നല്ല അവസ്ഥയും ഉള്ളവരല്ലേ ഇവർ, എല്ലാവിധ സാഹചര്യങ്ങളും ഉള്ളവരല്ലേ ഇവർ, പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം. നമുക്കിതിനൊരു മാതൃകയായിട്ടുള്ളത് ദീപിക പദുക്കോൺ എന്ന് പറയുന്ന സിനിമാ നടിയാണ്. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അവസ്ഥ എന്ന് പറയുന്നത് അവർ കടന്നുപോയ വിഷാദ രോഗാവസ്ഥയാണ്. 2015-ൽ അവർ അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. ഇഷ്ടം പോലെ സിനിമകൾ, ഇഷ്ടം പോലെ പ്രശസ്തി, സൗന്ദര്യം, സമ്പാദ്യം എല്ലാതും ഉണ്ടായിട്ടും അവർ വിഷാദത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. തലച്ചോറുള്ള ആർക്കും ഏതു തരത്തിലുള്ള മാനസിക ആരോഗ്യാവസ്ഥയും കടന്നു വന്നേക്കാം. കാരണം മനസ്സ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ആത്മഹത്യക്ക് പിന്നിലുള്ള മാനസികമായ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമായതുകൊണ്ടായിരിക്കണം കത്തോലിക്ക സഭയിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും കൃത്യമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ കാണുക. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇന്ത്യൻ പീനൽ കോഡിലെ 309-ാം വകുപ്പ് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017-ൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു മാറ്റുകയുണ്ടായി. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവർ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു ആ വകുപ്പ് വ്യക്തികളെ കൈകാര്യം ചെയ്യുന്നിരുന്നത്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിലാകട്ടെ 309-ന് തുല്യമായ ഒരു വകുപ്പ് തന്നെയല്ല. എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ശ്രമം ഒരു കുറ്റകരമായി തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ നിലപാടിലും. ആത്മഹത്യ ചെയ്യുന്നവരെ തെമ്മാടിക്കുഴിയിൽ അടക്കണം എന്നുള്ള നിലപാടിൽ സഭ മാറ്റം വരുത്താനും കാരണം മാനസിക ആരോഗ്യ പ്രശ്നത്തെയും പ്രതിസന്ധിയെയും കുറിച്ചുള്ള ഈ കാലഘട്ടത്തിലെ പുതിയ അറിവുകളാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ അവർ കടന്നുപോയ സംഘർഷങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ മേൽ ന്യായം വിധിക്കുകയും ചെയ്യുന്നതിന് പകരം എനിക്ക് ചുറ്റും ഇനിയൊരു ആത്മഹത്യ നടക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ നമുക്കാകട്ടെ. നമ്മുടെയും മറ്റുള്ളവരുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നമുക്കാകട്ടെ.